ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഗോഡൗൺ, ഗോഡൗൺ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റോക്ക് എങ്ങനെയാണ് ഗോഡൗണിലേക്ക് കയറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഗോഡൗൺ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഗോഡൗൺ, ടാലി പ്രൈമിൽ എങ്ങനെയാണ് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സ്റ്റോക്ക് എങ്ങനെയാണ് ഗോഡൗണിലേക്ക് ആഡ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സൂപ്പർ മാർക്കറ്റിലെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഗോഡൗണ് വളരെ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്യായിരുന്നു ഗോഡൗണിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണേ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് എന്താണ് ഗോഡൗൺ എന്നുള്ളത് നോക്കാം. ഗോഡൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റോറിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഗോഡൗൺ എന്നുള്ളത്. ഇപ്പോൾ ഓരോ കമ്പനികളിലാണെങ്കിലും അവിടെ ഗുഡ്സ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ പല സ്ഥലത്തു നിന്നും ഗുഡ്സ് വാങ്ങിക്കും. അപ്പോൾ ഈ ഗുഡ്സൊക്കെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ അതിനെ പറയുന്നതാണ് ഗോഡൗൺ എന്നുള്ളത്. അപ്പോൾ ടാലിയിൽ ഡീഫോൾട്ടായിട്ട് മെയിൻ ലൊക്കേഷൻ പറഞ്ഞൊരു ഗോഡൗൺ ഓൾറെഡി ഉണ്ട്. നമുക്ക് പുതുതായിട്ട് ഗോഡൗൺ ഒന്നും കൊടുത്തില്ലെങ്കിൽ നമുക്ക് മെയിൻ ലൊക്കേഷൻ പറഞ്ഞ ഗോഡൗണിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അല്ല നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ വലിയ വലിയ ഷോപ്പുകളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാൺ, അതേപോലെ തന്നെ ആലുക്കാസ, ഇങ്ങനെയുള്ളതിനൊക്കെ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഗോഡൗൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫാക്ടറി ഉണ്ടായിരിക്കും, അപ്പുറത്തായിരിക്കും അവരുടെ ഷോറൂം ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ടെക്സ്റ്റൈൽസിനാണെങ്കിലും അതുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഭാഗം ഗോഡൗൺ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, മറ്റതാണ് അവരുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഷോപ്പിലാണെങ്കിൽ, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ആണെങ്കിൽ അവിടെ ഗോഡൗൺ എന്ന് പറഞ്ഞാൽ അവിടെ റാക്കുകളായിട്ടായിരിക്കും. എവിടെയാണോ നമ്മൾ ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്നത് അതിനെ പറയുന്നതാണ് ഗോഡൗൺ എന്നുള്ളത്. അതൊരു ഷെൽഫ് ആവാം, റാക്ക് ആവാം, റൂം ആവാം, വലിയൊരു ഫാക്ടറി ആവാം. അത് ഐറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ട് ഇരിക്കും. അപ്പം നമുക്കത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ 2 എക്സാമ്പിളാണ് പറയണത്. ഒന്ന്, ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചും, അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗോഡൗണിലേക്ക് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ടാലി ERPയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോഡൗൺ ആണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ F11 പോയിട്ട് ഇൻവെൻറ്ററി ഫീച്ചേഴ്സിൽ പോയിട്ട് ഗോഡൗണിൻ്റെ ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ ടാലി പ്രൈമിൽ അങ്ങനെയല്ല. ടാലി പ്രൈമിൽ നമുക്ക് ഗോഡൗൺ കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലൂടെ മാസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ജസ്റ്റ് പ്രസ് ചെയ്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണും. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇൻവെൻറ്ററി മാസ്റ്റേഴ്സിൻ്റെ അടിയിൽ ഇവിടെ ഗോഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഗോഡൗൺ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഗോഡൗൺ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഗോഡൗൺ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും, മെയിൻ ലൊക്കേഷൻ എക്സിസ്റ്റ് ബൈ ഡിഫോൾട്ട് ഫോർ ദ കമ്പനി. ഡു യു വാണ്ട് ടു ഓൾട്ടർ മെയിൻ ലൊക്കേഷൻ ഓർ ക്രിയേറ്റ് എ ന്യൂ ഗോഡൗൺ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടാലി പ്രൈമിൽ ഓൾറെഡി ഒരു ഗോഡൗൺ ഉണ്ട് മെയിൻ ലൊക്കേഷൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് മെയിൻ ലൊക്കേഷനെ ഓൾട്ടർ ചെയ്യണം വേണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർ എടുക്കാം. പുതുതായിട്ട് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യണം വേണമെങ്കിൽ ക്രിയേറ്റ് നൗ എന്നുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് പുതുതായിട്ട് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് നൗ എന്നുള്ളത് എടുക്കാം. ഇവിടെയാണ് നമ്മുടെ ഗോഡൗണിൻ്റെ പേര് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ 2 ഗോഡൗണാണ് കൊടുക്കാൻ പോകുന്നത്. ഒന്ന് ഫാക്ടറിയും രണ്ടാമത്തത് ഷോറൂമും. അപ്പോൾ നമുക്ക് ഇവിടെ ഗോഡൗണിൻ്റെ പേര് അടിച്ചു കൊടുക്കാം. ഫാക്ടറി എന്നുള്ളത് അടിച്ചു. അണ്ടർ പ്രൈമറിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അടുത്തൊരു ഗോഡൗൺ കൊടുക്കാം, ഷോറൂം എന്ന് പറഞ്ഞിട്ട് ഒരു ഗോഡൗൺ കൊടുക്കാം. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെയിൻ ലൊക്കേഷൻ പറഞ്ഞ ഗോഡൗൺ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് മെയിൻ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ഗോഡൗൺ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമുക്ക് മെയിൻ ലൊക്കേഷൻ എടുക്കാം. അപ്പോൾ ഇതാണ് മെയിൻ ലൊക്കേഷൻ. ഇത് ടാലിയിലെ ഡീഫോൾട്ടായിട്ട് വരുന്നതാണ്. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 അടിക്കുക. F12 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, അലോ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓപ്ഷൻ S കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് മെയിൻ ലൊക്കേഷനിൽ ഗുഡ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിൻ ലൊക്കേഷനിൽ ഗുഡ്സ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ S കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മെയിൻ ലൊക്കേഷൻ പറഞ്ഞ ഗോഡൗൺ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള 2 ഗോഡൗൺ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സേവ് ചെയ്തു. അപ്പോൾ 2 ഗോഡൗൺ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഐറ്റത്തിന് ഓപ്പണിംഗ് സ്റ്റോക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക്
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലെ ഇൻവെൻറ്ററി മാസ്റ്റേഴ്സിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ഐറ്റത്തിൻ്റെ പേര് കൊടുക്കാം. ഇപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഐറ്റത്തിൻ്റെ പേരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ളത് കൊടുക്കാം. കമ്പ്യൂട്ടർ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് യൂണിറ്റ് നമ്പറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ ഗുഡ്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ മൊത്തം 10 എണ്ണം ഉണ്ട്. അത് 2 ഗോഡൗണിലായിട്ടാണ്. കുറച്ച് ഫാക്ടറിയിലുണ്ട്, കുറച്ച് ഷോറൂമിലുണ്ട്. ഇപ്പോൾ 6 എണ്ണം ഫാക്ടറിയിലുണ്ട്, 4 എണ്ണമാണ് ഷോറൂമിലുള്ളത്. അപ്പോൾ ക്വാണ്ടിറ്റി എന്നുള്ളത് എത്രയാണ് അടിച്ചു കൊടുക്കേണ്ടത്? ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 10 അടിച്ചു. അപ്പോൾ 10 അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഗോഡൗൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ ഗോഡൗണും ഇവിടെ വരും. അപ്പോൾ ഫാക്ടറി സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ ഫാക്ടറിയിൽ എത്ര മാത്രമേ ഉള്ളൂ? 6 ആണുള്ളൂ. അപ്പോൾ 6 അടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ റേറ്റ് കൊടുക്കാം. ഇപ്പോൾ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 65,000 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനി നമുക്ക് അടുത്ത ഗോഡൗൺ കൊടുക്കാം. ഷോറൂമിലേക്ക് ബാക്കി എത്രയാണ്? 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. അതിന് നമ്മളിവിടെ റേറ്റ് കൊടുത്തു. നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അപ്പോൾ ഓപ്പണിംഗ് ക്വാണ്ടിറ്റിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഗോഡൗണിൻ്റെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഗോഡൗണിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഗേറ്റ് ഓഫ് ടാലിയിലാണ് വരേണ്ടത്. അതിലെ ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇൻവെൻറ്ററി ബുക്സ് ആണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അതിൽ ഗോഡൗൺ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ എടുത്തതിൻ്റെ വെച്ചെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് എൻ്റർ അടിക്കാം. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കിട്ടും. ഫാക്ടറിയിൽ എത്ര എണ്ണം ഉണ്ട്, ഷോറൂമിൽ എത്ര എണ്ണം ഉണ്ട്. ഫാക്ടറിയിൽ 6 എണ്ണം ഉണ്ട്, ഷോറൂമിലാണെങ്കിൽ 4 എണ്ണം ഉണ്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ഐറ്റം എന്നുള്ളത് കാണിക്കും. വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബാലൻസ്. ഇപ്പോൾ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് കൊടുത്ത കാരണം നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ നമുക്ക് അടുത്ത കോളോൺ എടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെയാണ് ഷോറൂം സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മുടെ എൻ്റർ അടിച്ചു. ഷോറൂമിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ 4 എണ്ണം ഉണ്ട് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് പർച്ചേസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ബിൽ നമ്പർ കൊടുക്കാം. ഇവിടെ പാർട്ടിയുടെ അവിടെ ക്യാഷ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ മൗസാണ് വാങ്ങിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ മൗസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. മൗസ്. അപ്പോൾ ഇവിടെ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഗോഡൗൺ ആണെന്നുള്ളത് ഇവിടെ കാണിക്കും. ഇപ്പോൾ ഫാക്ടറി ഉണ്ട്, ഷോറൂം ഉണ്ട്. അപ്പോൾ ഫാക്ടറി സെലക്ട് ചെയ്തെടുത്തു. ഫാക്ടറിക്കാണെന്നുള്ളതെങ്കിൽ ഒരു 25 മൗസാണ് വാങ്ങിക്കണത്. അപ്പോൾ അതിൻ്റെ റേറ്റ് കൊടുക്കാം. 750 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനി ഇവിടെ നെക്സ്റ്റ് അടുത്ത ഗോഡൗൺ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഷോറൂം ആണെന്നെങ്കിൽ ഷോറൂം കൊടുത്തു. ഷോറൂമിലേക്കാണെങ്കിൽ ഒരു 30 എണ്ണം വാങ്ങിക്കണത്. അപ്പോൾ എൻ്റർ അടിച്ചു. അപ്പോൾ റേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. ഇത് എൻ്റർ അടിച്ചു. ഇവിടെ പർച്ചേസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസിൻ്റെ എൻട്രി ചെയ്യുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് ആദ്യം ക്വാണ്ടിറ്റിയാണ് കൊടുക്കേണ്ടത്. പക്ഷേ പർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവിടെ ഗോഡൗൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ക്വാണ്ടിറ്റി കൊടുക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് സെയിൽ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ പാർട്ടിയുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇപ്പോൾ ഇവിടെ ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ സ്പേസ് ബാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗോഡൗണുള്ളത് കാണിക്കും. ഫാക്ടറിയിൽ ഇത്രയുണ്ട്, അതേപോലെ തന്നെ ഷോറൂമിൽ ഇത്രയുണ്ട്. ഇപ്പോൾ ഫാക്ടറിയിലാണെങ്കിൽ 6 എണ്ണം ഉണ്ട്. അപ്പോൾ അതെന്നാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 2 എണ്ണം വിൽക്കുന്നു. 2 എടുത്തു. നമുക്ക് ഇവിടെ റേറ്റ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഷോറൂമിൽ വിൽക്കണം എന്നുണ്ടെങ്കിൽ ഷോറൂമിൽ കാണിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ അടിക്കാം. ഇവിടെ സെയിൽസ് കൊടുത്തു. നമുക്ക് അടുത്തായിട്ടാണ് നമ്മൾ വിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൗസ് ആണെന്നുണ്ടെങ്കിൽ മൗസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഇവിടെ കാണിക്കും. ഓരോ ഗോഡൗണിലുള്ള സ്റ്റോക്ക് കാണിക്കും. ഇപ്പോൾ ഇവിടെ 25 എണ്ണമാണുള്ളത്. അപ്പോൾ 25 എണ്ണത്തിലാണെന്നെങ്കിൽ ഇപ്പോൾ ഒരു 10 എണ്ണം വിൽക്കുന്നു. നമുക്ക് ഇവിടെ അതിൻ്റെ റേറ്റ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത ഗോഡൗൺ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഷോറൂമിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ ഇപ്പോൾ 30 ഉണ്ട്. അതെന്നാണെങ്കിൽ ഒരു 5 എണ്ണം കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ സെയിൽസ് കൊടുത്തു. ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെയിൽസിൻ്റെ എൻട്രി ചെയ്യുക. ഇനി നമുക്ക് ഗോഡൗണിൻ്റെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ പോയി അതിനാണെന്നുണ്ടെങ്കിൽ ഇൻവെൻറ്ററി ബുക്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇതിൽ ഗോഡൗൺ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ഗോഡൗൺ സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു.
അപ്പോൾ ഇവിടെ ഓരോന്നിനുള്ള സ്റ്റോക്ക് ഇവിടെ കാണിക്കും. ഇപ്പോൾ ഫാക്ടറിയിൽ ഇത്രയുണ്ട്, ഷോറൂമിൽ ഇത്രയുണ്ട്. ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഫാക്ടറിയിലുള്ള ഐറ്റം ഇവിടെ കാണിക്കും. കമ്പ്യൂട്ടറുണ്ട്, മൗസും ഉണ്ട്. വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്വേർഡ് എന്നിട്ട് കാണിക്കും. ക്ലോസിങ്ങിൽ 6 ഉണ്ടായിരുന്നു, അതിൽ 2 ഔട്ട്വേർഡ് സെയിൽ ചെയ്ത് പോയിട്ടുണ്ട്, ബാക്കി 4 ഉണ്ട്. അതിൻ്റെ റേറ്റും ഇവിടെ കാണിക്കും. നമുക്ക് അടുത്തായിട്ടാണ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മൗസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. മൗസ് ആണെന്നെങ്കിൽ ഏതോ മന്ത് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇവിടെ 25 നമ്പർ ഉണ്ടായിരുന്നു, അതിൽ 10 നമ്പർ വിറ്റു, ബാക്കി 15 എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഗോഡൗൺ വെച്ചിട്ട് നമ്മൾ പർച്ചേസ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോഴും ഗോഡൗണിൻ്റെ ഓപ്ഷൻ കാണിക്കും, സെയിൽ ചെയ്യുമ്പോഴും ഏത് ഗോഡൗണിൽ നിന്നാണ് സെയിൽ ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അപ്പോൾ എങ്ങനെയാണ് ഗോഡൗൺ എന്നുള്ള ഓപ്ഷൻ ടാലി പ്രൈമിൽ യൂസ് ചെയ്യുക? ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.